സർവേശ്വരനെ വാഴ്ത്തിടുവിൻ.
മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങളുടെ തന്നെ സത്യത്തെ കളിച്ചിടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോകസൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളുടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒട്ടും കഴിവില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ പോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായിത്തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യനെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ എഴുന്നേൽപ്പുകളുടെയോ സാദൃശ്യങ്ങളും വിഗ്രഹങ്ങൾക്കും കൈമാറി. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ലോകാസക്തിയോടുകൂടെ ശരീരങ്ങൾ പരസ്പര അപമാനിതമാകുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്നാൽ അവർ ദൈവത്തിന്റെ സത്യം ഉപേക്ഷിച്ച് വ്യാധി സ്വീകരിച്ചു. അവർ സൃഷ്ടാവിനുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നു. അവിടെ നിന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ. തിരുവശങ്ങൾ തമ്പുരാന്റെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിച്ച് ദൈവത്തിന്റെ മുമ്പിൽ വലിയവരായിത്തീരുക. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കുവാനാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കുവാനല്ല, പൂർത്തിയാക്കുവാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമി കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവുവോളം നിയമത്തിൽ നിന്ന് വണ്ടിയോ പിടിയോ മാറുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണം ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. നിങ്ങൾ നിയമത്തിലൂടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുകയായി നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്കെല്ലാവർക്കും വിശ്വാസ പ്രതീക്ഷയോടെ കൊടുക്കുന്ന കർത്താവേ, ഞങ്ങൾ യാചിക്കുന്നതിന് അപേക്ഷിക്കാം. മാമോദീസ വഴി സ്വർഗ്ഗരാജ്യാവകാശികളാവുകയും മരണം വഴി ഞങ്ങൾ വേർപിരിയുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസമായി അനുഗ്രഹിക്കണമെന്ന് മിശിഹായുടെ ജ്ഞാനങ്ങളെ കുറിച്ച് മനുഷ്യരെ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് ഉദ്ധാന പ്രതീക്ഷ മാത്രമല്ല ഞങ്ങളുടെ സഹോദരങ്ങളെ മിശിഹായുടെ മോചനത്തിൽ പങ്കുകാരാക്കണമെന്ന് മിശിഹായുടെ ശരീരങ്ങളാൽ ഘോഷിക്കപ്പെട്ടവരും മരണതാമസമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് സൂര്യനെ വരുന്ന ശോഭയോടെ ഞങ്ങൾ അവസാന ദിവസത്തിൽ ഉയരത്തെ നൽകുവാൻ വാഗ്ദാനമെന്ന് ലോകാരംഭം മുതൽ നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗ്ഗരാജ്യത്തിൽ ഞങ്ങൾ എത്തിച്ചേരുവാൻ ഇടയാക്കണമെന്ന് മിശിഹായുടെ സഹോദരന്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് ബാബായെ, ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ പത്രാപുരത്തെ, ഞങ്ങളുടെ പത്രാപുരത്തെ വികാരി ജോസഫ് പത്രാപുരത്തെ, മറ്റെല്ലാ പത്രാന്മാരെയും ആത്മീയ നമ്മൾ നൽകി അനുഗ്രഹിക്കണമെന്ന് അനന്തമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനെ പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം.
തന്റെ വാസുദത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴികളെ എപ്പോഴും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അനുവിധാനബോധത്തെയും മരണത്തെയും സംസ്കാരത്തെയും ഉത്ഥാനത്തെയും ഓർമ്മയെ ആചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹാ വഴി പിതാവായ ദൈവം തന്റെ ഉപയാലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനാകട്ടെ. ഞങ്ങൾ നാമായി ഭൂമിയെ കൽപ്പനയനുസരിച്ച് മിശിഹായ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേക്കും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. സ്വർഗവാസികളായ ഇനങ്ങളും പതിനായിരങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ ബലവാനാം ദൈവം പരിശുദ്ധൻ നാഥാവിൻ കീർത്തനഗീതികളാൽ നിറയുന്നു വിണ്ണും ഭൂതലവും. ഉന്നതവേദിയിൽ ഹോശാന ദാവീദിൻ സുതൻ ഹോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനെ വാഴ്ത്തിപ്പാടിടാം. ഹോശാന 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 ഹോശാന. ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ
നൽകപ്പെട്ട രാത്രിയിൽ യേശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പകലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർ നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങനെ നാമത്തിൽ തിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പരീക്ഷയായി പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും ഞങ്ങൾ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. ഇതിനെ ആശീർവദിക്കുകയും അഭിഷേകിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ സംബന്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സത്യവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങേ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദൈവമേ. വിശ്വസിക്കായതിന്റെ നാമത്തിൽ സ്തുതിയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗ്ഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രകൃത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
ചോദിക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞതാണ് ദൈവത്തോട് ഞാൻ ചോദിച്ചെല്ലാം എനിക്ക് ലഭിക്കും എന്ന മനോവിശ്വാസത്തോടുകൂടി അവർ വിളിച്ചപേക്ഷിക്കുക. സുദൃശ്യനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഇടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. അവരുടെ കാരുണ്യത്താൽ നമ്മെല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. Oh
ആഭേലങ്ങേ സന്നിധിയിൽ ജീവിതബലിയർപ്പേശു നീ വീഴുന്നോരഭ്രാഗം ജോബും നോഹും പൂജിതരായി. കർത്താവേ നിൻ ദാസർക്കായി അർപ്പിക്കുന്നേ ബലി ഞങ്ങൾ വിടവയറച്ചൊരു നേർച്ചസമം കൈക്കൊള്ളണമേ ദിവ്യബലി. നാഥാവക തിരുബലിയിൽ പങ്കാളികളായി തീർന്നവരാം ഞങ്ങൾ കരുളുക വരദാനം ഇപ്പോഴും എപ്പോഴും എന്നേക്കും.